മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ എന്ന് പിടിമണ്ണ് വാരിയിട്ടിട്ട് നമ്മുടെ കൂട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും ഒരുമിച്ചു പറഞ്ഞിട്ട് നമ്മൾ അവിടെ സ്വസ്ഥമായ വിശ്രമത്തിന് കിടത്തിയിട്ട് അവര് തിരിച്ചിങ്ങ് പോരുമ്പോൾ ആ ദിവസത്തെ ഒന്ന് റാഷിദ് ഓർമ്മിക്കേണ്ടതില്ലയോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതില്ലയോ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും പിരിഞ്ഞതിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്? പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സനാൻ പിരിഞ്ഞുപോയി. എന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഒരാരുമായി ആ മകൻ ഉണ്ടാകുമായിരുന്നു എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ റബ്ബിന്റെ തീരുമാനം നേരെ തിരിച്ചാണ്. നമ്മുടെ തീരുമാനമല്ല, റബ്ബ് നമുക്ക് നിശ്ചയിച്ചു വെച്ച സമയം ഏതാണെന്നറിയില്ല. ഏത് സമയമാണെങ്കിലും അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയേ പറ്റൂ, അധ്വാനിച്ചേ പറ്റൂ. നമ്മുടെ സമയം അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യത്തിനു വേണ്ടി ചിലവഴിച്ചേ പറ്റൂ. അങ്ങനെ ചിലവഴിക്കാനുള്ള വഴിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അങ്ങനെ നമ്മൾ ഇഖ്ലാസോടെ പ്രവർത്തിച്ചങ്ങ് പോയാലോ എല്ലാവരും കൂടെ നമ്മളെ ഖബറിൽ ഒറ്റക്കാക്കിയിട്ട് മൂടുകല്ലും വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മളിൽ നിന്ന് തിരിച്ചു പോരുമ്പോ കൂട്ടിനാള് വേണ്ടേ? ഈ നാസിന് വഴികൾ വേണ്ടേ? ആ വഴിയാണ് നമ്മളെ ഇഷ്ടം വെച്ച സഹപ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന്റെ ആലിമീങ്ങളും സാദാത്യങ്ങളും ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഖുർആനിന്റെ പാരായണങ്ങളില്ലേ, ദിക്റിന്റെ വചനങ്ങൾ ഒരു വിടലില്ലേ? അത് നമുക്ക് ഒറ്റക്ക് ആരുടെ മണ്ണ് കിടക്കുമ്പോ കൂട്ടുകാരനായി ഈ നാസായി ലഭിക്കുന്നതാണ്.